all. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏജ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഡാറ്റയിൽ ഉണ്ടെങ്കിൽ ഏജ് ക്യാൻ ഹാവ് ദി വാല്യൂസ് ഫ്രം 1 to 70. ഈ 1 to 70 എന്നുള്ള വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടാണ് ഏജ് എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് ആട്രിബ്യൂട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ഇൻറ്റു റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് റീപ്ലേസിങ് ദി ഒറിജിനൽ വാല്യൂസ് വിത്ത് ദി ഇൻ്റർവെൽ ലേബൽ. അതിനെയാണ് ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 1 to 70 ഞാൻ 1 to 10 എന്ന് പറയുന്നത് ചൈൽഡ്, 10 to 18 adolescent, 18 to 30 say 30 youth, 30 to 60 middle age, above 60 senior citizen. അങ്ങനെ നമ്മൾ പല ലേബിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വാല്യൂവിനെയും ഈ ലേബലിൻ്റെ നെയിം വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്നതാണ് ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യാൻ, അതായത് നമ്മുടെ ഡേറ്റനെ സിംപ്ലിഫൈ ചെയ്യാനാണ് ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ഉപയോഗിക്കുന്നത്. ഈ ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന് ടോപ്പ് ഡൗൺ ഡിസ്ക്രിറ്റൈസേഷൻ, പിന്നെ ബോട്ടം അപ്പ് ഡിസ്ക്രിറ്റൈസേഷൻ. ടോപ്പ് ഡൗൺ ഡിസ്ക്രിറ്റൈസേഷൻ മീൻസ് സ്പ്ലിറ്റിംഗ്. അതായത് നമ്മുടെ ഫുൾ കണ്ടിന്യൂസ് ആട്രിബ്യൂട്ടിനെ നമ്മൾ കുറച്ച് ആൾക്കാരെടുത്തിട്ട് ഒരു ലേബലാക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആക്കുന്നു, പിന്നത്തെ ആൾക്കാരെടുത്തിട്ട് അടുത്ത ക്ലാസ് ആക്കുന്നു. അങ്ങനെ ഒരു സ്പ്ലിറ്റ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഡാറ്റനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അടുത്ത സ്പ്ലിറ്റ് പോയിന്റ് റിക്കേഴ്സീവ്ലി ഇത് കോൾ ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത സ്പ്ലിറ്റ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു വലിയ കണ്ടിന്യൂസ് ആട്രിബ്യൂട്ടിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓരോ ലേബൽസ് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് ടോപ്പ് ഡൗൺ ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ഓർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ബോട്ടം അപ്പ് ഡിസ്ക്രിറ്റൈസേഷൻ ആണ്. ഇതിൽ നമ്മൾ എല്ലാ കണ്ടിന്യൂസ് ആട്രിബ്യൂട്ടിലെ എല്ലാ വേരിയബിൾസും കൺസിഡർ ചെയ്യും. ഓരോ വേരിയബിളും ഒരു പോയിൻ്റാണ്. ആ പോയിന്റ് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലേബലായിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ മെർജിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നെയ്ബർഹുഡ് ആയിട്ടുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ മെർജ് ചെയ്യും. അടുത്ത റിക്കേഴ്സീവിൽ ഇത് വീണ്ടും വിളിക്കുമ്പോൾ അടുത്ത നെയ്ബർഹുഡിലുള്ള ആൾക്കാരെ വെച്ചിട്ട് വീണ്ടും മെർജ് ചെയ്യും. അതായത് ഒരു ഡാറ്റ പോയിന്റിൽ നിന്ന് തുടങ്ങി മെർജ് ചെയ്ത് നമ്മൾ ലേബൽസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ബോട്ടം അപ്പ് ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ഓർ മെർജിങ് എന്ന് പറയുന്നത്. ഇനി ഈ ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ ന്യൂമറിക്കൽ ആട്രിബ്യൂട്ടിൽ നമ്മൾ ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോൺസെപ്റ്റ് ഹൈറാർക്കി. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഏജ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആട്രിബ്യൂട്ടാണ്. അതായത് നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ ചൈൽഡ്, യൂത്ത്, മിഡിൽ ഏജ്ഡ് അങ്ങനെ 3 ക്ലാസ്സസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് ഹൈറാർക്കി എന്നാണ് അതിനെ പറയുക. കോൺസെപ്റ്റ് ഹൈറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിങ് ലോ ലെവൽ കോൺസെപ്റ്റ്, അതായത് ന്യൂമറിക്കൽ ആട്രിബ്യൂട്ടായ ഏജിനെ റീപ്ലേസ് വിത്ത് ഹൈ ലെവൽ കോൺസെപ്റ്റ്, അതായത് ലൈക്ക് ക്ലാസ്സസ് ലൈക്ക് യൂത്ത്, മിഡിൽ ഏജ് ആൻഡ് ചൈൽഡ്ഹുഡ് അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതിനാണ് കോൺസെപ്റ്റ് ഹൈറാർക്കീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കോൺസെപ്റ്റ് ഹൈറാർക്കി ആക്കിയത് കൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ സെറ്റ് സിംപ്ലിഫൈഡ് ആവും, റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ ഡാറ്റ മൈനിങ് ചെയ്യാൻ നമുക്ക് ഡാറ്റ സെറ്റിൽ എളുപ്പമാവും. ഓഫ് കോഴ്സ് ഡാറ്റ ലോസ് ഉണ്ടാവും, കാരണം ഏജുകളൊക്കെ പോയിട്ട് പിന്നെ ഏജിൻ്റെ ക്ലാസ്സുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് മോർ ഈസിയർ ആൻഡ് മീനിങ് ഫുൾ ടു ഇൻ്റർപ്രറ്റ്. അതാണ് നമ്മളങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതാണ് ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ്റെ ഇൻട്രൊഡക്ഷൻ. ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ ഫോർ ന്യൂമറിക്കൽ ഡാറ്റയിൽ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് ബിന്നിങ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് നമ്മുടെ ഡാറ്റനെ നമ്മൾ ബിൻസാക്കി ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ബിൻസിനെ ഫോർ എക്സാമ്പിൾ ബിൻ മീൻസ് ആണെങ്കിൽ മീൻ വെച്ച് റീപ്ലേസ് ചെയ്യും, അതല്ലെങ്കിൽ ബിൻ ബൗണ്ടറി അല്ലെങ്കിൽ ബിൻ മീഡിയൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്മൂത്തിങ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ബിന്നിങ് ചെയ്യുന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം അനാലിസിസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് നമ്മുടെ ഡാറ്റനെ ഹിസ്റ്റോഗ്രാംസ് ആക്കി ഡിവൈഡ് ചെയ്യും. ഹിസ്റ്റോഗ്രാംസിൽ ഇപ്പോൾ ഈക്വൽ വിഡ്ത്ത് ആണെങ്കിൽ ഓരോ ഹിസ്റ്റോഗ്രാമിൻ്റെയും ഇൻ്റർവെൽസ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഓരോ ഹിസ്റ്റോഗ്രാമിലും ഉള്ള നമ്പർ ഓഫ് സാമ്പിൾസ് വിൽ ബി സെയിം. അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്റോഗ്രാം മെത്തേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം വെച്ചിട്ട് നമ്മൾ ഡാറ്റേനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യും. അടുത്തത് എൻട്രോപ്പി ബേസ്ഡ് ഡിസ്ക്രിറ്റൈസേഷൻ ആണ്. എൻട്രോപ്പി ബേസ്ഡ് ഡിസ്ക്രിറ്റൈസേഷനിൽ ഇതൊരു ടോപ്പ് ഡൗൺ സ്പ്ലിറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിനിമം എൻട്രോപ്പി ഉള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ സ്പ്ലിറ്റ് പോയിന്റ്. ആ സ്പ്ലിറ്റ് പോയിന്റിലാണ് നമ്മൾ ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിക്കേഴ്സീവ്ലി മിനിമം എൻട്രോപ്പി ഉള്ള ഒരു പോയിന്റ് കണ്ടുപിടിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് എൻട്രോപ്പി ബേസ്ഡ് ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഉണ്ട്. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർവെൽ മെർജിങ് ബൈ കൈ-സ്ക്വയർ അനാലിസിസ്. നമ്മൾ കൈ-സ്ക്വയർ മെത്തേഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർജിങ് ആണ് ചെയ്യുന്നത്. അതായത് ബോട്ടം അപ്പ് സ്ട്രാറ്റജിയാണ്.
ബോട്ടം അപ്പ് സ്ട്രാറ്റജിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിന്റും ഒരു ഇൻഡിവിജ്വൽ ലേബിളായിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ ഒരു ലേബൽ എടുക്കും, അതിന് തൊട്ടടുത്തുള്ള ലേബൽ നെയ്ബർഹുഡ് തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ലേബൽ എടുക്കും. ഇവർ തമ്മിൽ കൈ-സ്ക്വയർ ടെസ്റ്റ് നടത്തും. കൈ-സ്ക്വയർ ടെസ്റ്റ് നടത്തിയിട്ട് ഇവർ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്, റിലേറ്റഡ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മൾ അവരെ മെർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിക്കർസീവ്ലി അടുത്ത 2 അഡ്ജസൻറ്റ് ഇൻ്റർവെൽ ലേബൽസിന് എടുക്കും, കൈ-സ്ക്വയർ ടെസ്റ്റ് ചെയ്യും, ഈ സിമിലാരിറ്റി ഉണ്ട്, കോറിലേറ്റഡ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ മെർജ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ എത്തുന്നത് വരെ മെർജ് ചെയ്ത് നമ്മൾ ഇൻ്റർവെൽ ബിൽഡ് ചെയ്യും. അതിനെയാണ് ഇൻ്റർവെൽ മെർജിങ് ബൈ കൈ-സ്ക്വയർ അനാലിസിസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് ഇൻ്റർവെൽസ് നമുക്കൊരു നമ്പർ സെറ്റ് ചെയ്യാം. സപ്പോസ് 10 ഇൻ്റർവെൽസേ പാടുള്ളൂ. അപ്പോൾ അത് എത്തണ വരെ നമുക്ക് മെർജ് ചെയ്യാം. അതാണ് ഒരു ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഇൻ്റർവെൽസ് ഫ്രീക്വൻസി ഓൾമോസ്റ്റ് റിലേറ്റീവ് ആയിരിക്കണം. അതായത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി വരുന്ന വരെ അങ്ങനത്തെ ഇൻ്റർവെൽ ജനറേറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് മെർജ് ചെയ്യാം. മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എല്ലാ ഇൻ്റർവെല്ലുകളുടെയും കൈ-സ്ക്വയർ ടെസ്റ്റ് നോക്കുമ്പോൾ ആ കൈ-സ്ക്വയർ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സം സ്പെസിഫിക് ത്രഷ്-ഹോൾഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മെർജ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെയും ഒരു സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് ഈ ഇൻ്റർവെൽ മെർജിങ് നിർത്താം. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലസ്റ്ററിംഗ് ആണ്. ക്ലസ്റ്ററിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡേറ്റേനെ ക്ലസ്റ്റർ ചെയ്തിട്ട് ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യുന്നു. ആ ഗ്രൂപ്പ് വെച്ച് നമുക്ക് ഡേറ്റേനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യാം. ഇത് ടോപ്പ് ഡൗണും ആവാം, ബോട്ടം അപ്പ് ക്ലസ്റ്ററിംഗ് ആവാം. അതായത് നമുക്ക് ചെറിയൊരു ക്ലസ്റ്ററിൽ നിന്ന് തുടങ്ങി വലിയൊരു ക്ലസ്റ്റർ ബിൽഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇനീഷ്യലായിട്ടുള്ള ഡാറ്റാ പോയിൻറ്റ്സിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ക്ലസ്റ്റേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ക്ലസ്റ്ററിംഗ് ആണ് വേറൊരു ടെക്നിക്ക്. ദ ഫൈനൽ മെത്തേഡ് ഫോർ ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അത് നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തത് കോൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ ഫോർ കാറ്റഗറിക്കൽ ഡേറ്റയാണ്. ഇപ്പോൾ നമ്മുടെ കാറ്റഗറിക്കൽ ഡേറ്റ ഫോർ എക്സാമ്പിൾ അഡ്രസ്, ഇതാണ് നമ്മുടെ കാറ്റഗറിക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന സ്ട്രീറ്റ് അല്ലെങ്കിൽ സിറ്റി വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇന്ത്യയിലൊരു പോപ്പുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സ്കൂളിലെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡേറ്റ ആണെങ്കിൽ അവർ താമസിക്കുന്ന സ്ട്രീറ്റ് അല്ലെങ്കിൽ സിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് ഡിസ്ക്രിറ്റൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു പാർഷ്യൽ ഓർഡറിങ് ക്രിയേറ്റ് ചെയ്യുക. അതായത് സിറ്റിനേക്കാളും വലുത് എന്താണ് ഡിസ്ട്രിക്റ്റിനേക്കാളും വലുത് സ്റ്റേറ്റിനേക്കാളും വലുത് കൺട്രി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ആ ഒരു സ്റ്റേറ്റിലുള്ളവരായിരിക്കും മിക്കവാറും. അപ്പോൾ നമുക്ക് എല്ലാ സിറ്റീനെയും ഡിസ്ട്രിക്റ്റ് വെച്ചിട്ടോ സ്റ്റേറ്റ് വെച്ചോ റീപ്ലേസ് ചെയ്യാം. അതാണ് പാർഷ്യൽ ഓർഡറിങ് ആക്കിയിട്ട് ഹയസ്റ്റ് ആരാണ് നിൽക്കണ ആളെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടോട്ടൽ പോപ്പുലേഷൻ വേൾഡ് പോപ്പുലേഷനാണ് കൺസിഡർ ചെയ്യാൻ വിചാരിക്കുക. വേൾഡ് പോപ്പുലേഷനിൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാ സ്ട്രീറ്റിനെയും നമ്മൾ സ്റ്റേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. അപ്പോൾ നമ്മൾ കൺട്രി റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. കൺട്രി വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോഴും നമുക്കത് വലിയൊരു ഡാറ്റ തന്നെയാണ്. കാരണം ഓരോരുത്തരുടെയും കൺട്രി വ്യത്യാസം, കാരണം ഫുൾ പോപ്പുലേഷൻ്റെ അടുത്ത് വലുതാണല്ലോ. അപ്പോൾ ആ കൺട്രി റീപ്ലേസിങ് പോരാന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് കുറച്ച് കൺട്രീസൊക്കെ ഈസ്റ്റേൺ സൈഡ് ഓഫ് ദ ഗ്ലോബ് അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡ് ഓഫ് ദ ഗ്ലോബ്, വെസ്റ്റ് ഏരിയ, ഈസ്റ്റ് ഏരിയ, അങ്ങനെ നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് റീപ്ലേസ് ചെയ്യുക. ഒരു എക്സ്പ്ലിസിറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോൺസെപ്റ്റ് ഹൈറാർക്കി വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഈ സ്ട്രീറ്റുകളൊക്കെ നമ്മൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ സ്ട്രീറ്റുകളുടെ നെയിംസ് ആയിരിക്കും കൂടുതലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ കൺട്രി വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രികളുടെ നെയിംസ് കുറവായതുകൊണ്ട് നമ്മുടെ ഡേറ്റയിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് കുറയും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് എല്ലാ കേസിലും ഫുൾ പ്രൂഫ് അല്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇയർ മന്ത് ഡേയ്സ് ആണെന്ന് നോക്കണമെന്ന് വിചാരിക്കുക. ഇയേഴ്സിൻ്റെ എണ്ണമായിരിക്കും ചിലപ്പോൾ കൂടുതൽ, ഡേയ്സിൻ്റെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും. കാരണം ഡേയ്സ് 7 ടൈപ്പ് ഓഫ് ഡേയ്സേ വരുള്ളൂ, മന്ത് 12 എണ്ണേ വരുള്ളൂ. പക്ഷേ ഇയർ മേ ബി 20 ഇയേഴ്സിൻ്റെ 20 വെറൈറ്റീസ് ഉണ്ടായിന്ന് വരാം. അപ്പോൾ എല്ലാ കേസിലും ഈ ഒരു പാർഷ്യൽ ഓർഡറിങ് വെച്ച് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡറിങ് ക്രിയേറ്റ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്ന ടെക്നിക്ക് കാറ്റഗറിക്കൽ ഡേറ്റയിൽ ഫുൾ പ്രൂഫ് ആയിരിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ 2 ഓഫ് ഡേറ്റ മൈനിങ് ആൻഡ് വെയർഹൗസിംഗ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.